മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ വി.ഡി. സതീശനെതിരെ വിമർശനവുമായി കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കെ.പി. ശ്രീകുമാർ. ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഉയർത്തി കാണിച്ചിട്ടില്ലെന്ന് കെ.പി. ശ്രീകുമാർ. തെരഞ്ഞെടുപ്പ് വിജയം ടീം യു.ഡി.എഫിന്റേതാണ്. അത് തന്റെ മാത്രം വിജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമെന്ന് കരുതുന്നില്ലെന്ന് കെ.പി. ശ്രീകുമാർ. കൂട്ടായ്മയുടെ വിജയത്തെ ഒരാളുടേത് മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്നും ശ്രീകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അങ്ങനെ വിജയത്തിൻ്റെ അവകാശി തനിക്ക് മാത്രമാണെന്ന് ഒരിക്കലും അദ്ദേഹം പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ, ടീം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? KPC നേതൃത്വമുണ്ട്, ഘടകകക്ഷി നേതൃത്വമുണ്ട്, കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് UDF ആവശ്യമായ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയ ഒരു കവചം പോലെ നിലകൊണ്ട ദേശീയ നേതൃത്വമുണ്ട്. അപ്പോൾ എല്ലാം ചേരുന്നതാണ് ഈ ടീം UDF എന്ന് പറയുന്നത്. അപ്പോൾ വിജയം എന്ന് പറയുന്നത് ആ ടീം UDFിൻ്റെ വിജയമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമായ വിജയമല്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത് പറയുന്നു എന്നുള്ളതല്ലാതെ അത് എല്ലാവരുടെയും കൂട്ടായ്മയുടെ വിജയമാണ്. അത് ഒരാളിലേക്ക് മാത്രമായി ആർക്കും പരിമിതപ്പെടുത്താൻ കഴിയില്ല. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം തുടരുകയാണ്. റോഷിപാൽ, അതായത് കെ.പി. ശ്രീകുമാറിന്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പട നയിച്ചവൻ ഭരണത്തിൽ വരട്ടെ, പടനായകനാകട്ടെ എന്ന അഭിപ്രായം വേണ്ട, അത്തരത്തിൽ വേണ്ട. എല്ലാ ഹൈക്കമാൻഡിന്റെ അടക്കമുള്ള നേതൃത്വത്തിന്റെ ബലത്തിലാണ് ഈ വിജയത്തിലേക്ക് നയിച്ചത്, നടന്ന് എത്തിയത്. അപ്പോൾ ടീം UDF എന്നുള്ള നിലയിൽ അതിനെ കണ്ടാൽ മതി. ഈ വിജയം അത് വി.ഡി. സതീശന് മാത്രം ഒറ്റയ്ക്ക് അവകാശപ്പെടാനുള്ളതല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോഴും വി.ഡി. സതീശൻ എന്ന പേര് മാത്രം ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്ന അഭിപ്രായമല്ലേ കെ.പി. ശ്രീകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്? കാരണം ഇതൊരു വിശദമായ ചർച്ചയും ഒരു നീണ്ട നടപടിക്രമങ്ങളുമാണ്. അതിൽ ആദ്യഘട്ട നടപടിക്രമം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. MLA-മാരുടെ പിന്തുണ ആർക്ക് എന്നത് പരിശോധിച്ച് കഴിഞ്ഞു. ഇതിൽ പക്ഷേ അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണെന്ന് KC വേണുഗോപാൽ പക്ഷം ഏതാണ്ട് 46 MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ 30 MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തല പക്ഷവും അവകാശപ്പെടുന്നു. സമാനമായി തന്നെ ഏതാണ്ട് 25ഓളം MLA-മാരുടെ പിന്തുണ ഇപ്പോഴും വി.ഡി. സതീശൻ പക്ഷവും ഉയർത്തുന്നു. എല്ലാം രഹസ്യമായി അവിടെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളാണ്. ആ അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ റിപ്പോർട്ടായി ദില്ലിയിലേക്ക് എത്തും. അതിൽ ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഘട്ടം ഘടകകക്ഷികളുടെ അഭിപ്രായം ശേഖരിക്കുന്നതാണ്. അത് ഏതാണ്ട് 4 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണ് നേരത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഘടകകക്ഷി നേതാക്കളെത്തി അവരുടെ അഭിപ്രായം അറിയിക്കും. അതിനുശേഷം അതിനിടയിൽ തന്നെ MP-മാരുടെ അഭിപ്രായമൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായവും രേഖപ്പെടുത്തി. എല്ലാം ചേർത്ത് ദില്ലിയിൽ ഒരു റിപ്പോർട്ടായി നിരീക്ഷകർ എത്തിക്കുകയും ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വിശദമായ ഒരു ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യും. അതിൽ ഈ MLA-മാരുടെ പിന്തുണ മാത്രമായിരിക്കില്ല ഘടകം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം, പരിചയസമ്പത്ത്, ഐക്യകണ്ഠേനെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ, അങ്ങനെ ഭരണതലത്തിലുള്ള പരിചയ സമ്പത്ത് എല്ലാം പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും. അങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ രാജ്യത്ത് എവിടെയെങ്കിലും സംസ്ഥാനത്ത് ഭരണം ലഭിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നുള്ള ഒരു നടപടിക്രമങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു നടപടിക്രമം കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒന്നുറപ്പാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങില്ല എന്ന സന്ദേശം അത് നേതാക്കൾക്കൊക്കെ ലഭിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയോ സാമൂഹ്യ മാധ്യമത്തിലൂടെ ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്താൽ ആ സമ്മർദ്ദം അത് അവർക്ക് നെഗറ്റീവായി മാറുമെന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് ഞായറാഴ്ച അറിയാൻ കഴിയും. ഹൈക്കമാൻഡ് ഞായറാഴ്ച പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.